Hi, my dear students. Welcome back to our mathematics class. എല്ലാവരും സേഫാണ്, എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിലെ ഒരു 1-2 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ബാക്കിയുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയാനേ. അതും കൂടി ഇന്ന് ഞാൻ എന്ത് ചെയ്യാം പറയാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു അല്ലേ. ആ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അതിൽ അവസാനം ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിലെ 2 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ അത് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 8, 8ാമത്തെ ക്വസ്റ്റ്യൻ, 8ാമത്തെയാണ് തോന്നുന്നില്ലേ. ഇഫ് ദ പ്രൈസ് ഓഫ് എ പെൻ ഈസ് റെഡ്യൂസ്ഡ് ബൈ ₹2, എ പേഴ്സൺ ക്യാൻ ബൈ 3 more pens for ₹120. ഫൈൻഡ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് എ പെൻ. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ്റെ മീനിങ്? ഒരാൾ 120, മലയാളത്തിൽ പറയാം, 120 രൂപയ്ക്ക് കുറച്ച് പേനകൾ മേടിച്ചു. ഒരാൾ 120 രൂപ കൊടുത്ത് എന്ത് ചെയ്തു? കുറച്ച് പേനകൾ വാങ്ങി. അയാൾ വാങ്ങിക്കഴിഞ്ഞു. അയാൾ ആ പേനയുടെ കറക്റ്റ് വില എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുത്ത് അയാൾ പേന വാങ്ങി. അയാൾ ആ പേന വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അയാൾ ചിന്തിക്കുക. എന്താ ചിന്തിക്കണോ? ഒരു പേനയുടെ വില അയാൾ ഇപ്പോൾ വാങ്ങിയ ആ വിലേനേക്കാളും ഒരു 2 രൂപ പേനയുടെ വില കുറഞ്ഞിരുന്നുവെങ്കിൽ, 2 രൂപ പേനയുടെ വില കുറവായിരുന്നു എങ്കിൽ എനിക്ക് 120 രൂപയ്ക്ക് 3 പേനകൾ അധികം കിട്ടുമായിരുന്നു. പറഞ്ഞോ. ഇപ്പം അയാൾ വാങ്ങിയ പേനൻ്റെ വില എത്ര നായക്കാരല്ലോ, ആ പേനൻ്റെ വില അയാൾ വാങ്ങിയ വിലയേക്കാൾ 2 രൂപ കുറവായിരുന്നുവെങ്കിൽ, അയാൾ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം പറയാണ്. പേനയുടെ വില 2 രൂപ കുറവായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? ഇയാൾക്ക് 3 പേന അധികം കിട്ടുമായിരുന്നു. പറഞ്ഞോ. അങ്ങനാണെങ്കിൽ ഒരു പേനയുടെ യഥാർത്ഥ വില, അയാൾ വാങ്ങിയ ആ വില എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ. ഇഫ് ദ പ്രൈസ് ഓഫ് എ പെൻ ഹാഡ് ബീൻ റെഡ്യൂസ്ഡ് ബൈ 2 കുറഞ്ഞിരുന്നുവെങ്കിൽ എ പേഴ്സൺ ക്യാൻ ബൈ 3 more pens, ആദ്യം വാങ്ങിയതിനേക്കാളും 3 പേനകൾ അധികം, 3 more pens for ₹120. 120 രൂപയ്ക്ക് 3 പേനകൾ അധികം വാങ്ങാൻ കഴിയുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് ദ പെൻ. ആ പേനയുടെ ഒറിജിനൽ പ്രൈസ് എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ മീനിങ് മനസ്സിലായാലോ? വേറൊരു എക്സാമ്പിൾ, ഒരാൾ കുറേ ഫ്രൂട്ട്സ് വാങ്ങി, കുറച്ച് ആപ്പിൾ വാങ്ങിയിരുന്നുള്ളൂ. ഒരു 500 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി. അപ്പോൾ ഇയാൾ പറയാണ് ആപ്പിളിൻ്റെ വില ഒരു 5 രൂപ കുറവായിരുന്നുവെങ്കിൽ, ആപ്പിളിൻ്റെ വില ഒരു കിലോയ്ക്ക് 5 രൂപ കുറവായിരുന്നുവെങ്കിൽ 2 കിലോ ആപ്പിൾ എനിക്ക് അധികം വാങ്ങാമായിരുന്നു. ഉണ്ടോ? അങ്ങനെ എന്നുവെച്ചാലോ, ഒരാൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അയാൾ പറയുകയാണ്, അയാൾ വണ്ടിയിൽ യാത്ര ചെയ്യണം. വണ്ടിയിൽ അയാൾ ഒരു നിശ്ചിത സ്പീഡിലാണ് യാത്ര ചെയ്യണത്. അപ്പോൾ അയാൾ പറയാം വണ്ടിയുടെ വേഗത ദ വെലോസിറ്റി, സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ എന്ത് ചെയ്യണേ, ഒരു 5 km/h വെച്ച് കൂട്ടിയിരുന്നുവെങ്കിൽ, 5 km/h കൂട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് യാത്രയിൽ 1 മണിക്കൂർ ലാഭിക്കാമായിരുന്നു. അതായത് 1 മണിക്കൂർ നേരത്തെ എത്താമായിരുന്നു. ഉണ്ടോ? ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ ആണ്. ഒരു പ്രത്യേക മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ചെയ്യേണ്ടത് ഒരേപോലെയാണ്, എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ എടുത്തത്. നമ്മുടെ എക്സാമ്പിൾ എന്താണ്? 120 രൂപയ്ക്ക് ഒരാൾ പേനകൾ വാങ്ങി. ആ പേനയുടെ വില 2 രൂപ കുറവായിരുന്നുവെങ്കിൽ അയാൾക്ക് 3 പേനകൾ അധികം കിട്ടുമായിരുന്നുവെങ്കിൽ ഒരു പേനയുടെ വില എത്ര എന്നാണ് ക്വസ്റ്റ്യൻ മീനിങ് മനസ്സിലായല്ലോ? അപ്പോൾ അത് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതേപോലത്തെ എക്സാമ്പിൾസ് വേറെ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുക? നമ്മളോട് ചോദിച്ചത് ഈ പേനേൻ്റെ വില എത്ര എന്നല്ലേ ചോദിച്ചല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, ഈ പേനയുടെ പ്രൈസ് ഓഫ് ദ പെൻ, ഒറിജിനൽ പ്രൈസ് ഓഫ് ദ പെൻ എന്താണ് നമ്മൾ എടുക്കുക? X ആണ് എന്ന് വിചാരിക്കുക. ഒരു പേനയുടെ വില, ഈ കുട്ടി എത്ര രൂപയ്ക്കാണ് പേന വാങ്ങിയത്? 120 രൂപയ്ക്കാണ് പേന വാങ്ങിയത്. ശരിയല്ലേ? 120 രൂപയ്ക്ക് പേന വാങ്ങി. ഒരു പേനയുടെ വില X ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര പേനകൾ കിട്ടും? അപ്പോൾ നോക്കുക, ശരിക്കും ഇയാൾ എത്ര പേനകൾ നമ്പർ ഓഫ് പെൻസ് ബോട്ട് കേട്ടോ. അത് N1 മനസ്സിലാൻ വേണ്ടി N1 ആണ് ചെയ്തുള്ളൂ. N1 എന്ന് പറഞ്ഞാൽ അയാൾ യഥാർത്ഥത്തിൽ വാങ്ങിയ പേനകളുടെ എണ്ണമാണ്. എന്നുവെച്ചാൽ വാങ്ങിയ പേനകളുടെ നമ്പർ ഓഫ് പെൻസ് ബോട്ട്, അതാണ് N1. എത്ര ഉണ്ടായിരിക്കും? 120 രൂപയ്ക്കല്ലേ പേനകൾ വാങ്ങിയത്. അപ്പോൾ 120 120 ഡിവൈഡഡ് ബൈ ഒരു പേനയുടെ വില X. ശരിയല്ലേ? അപ്പോൾ 120/X ആണെന്ത്? അയാൾ വാങ്ങിയ പേനകളുടെ എണ്ണം. ശരിയാണോ? അത് ശരിയാണോ?
എത്ര രൂപക്കാണ് 120 രൂപക്കാണ് പേനകൾ വാങ്ങി, ഒരു പേനയ്ക്ക് എക്സ് ആണ് വില. അപ്പോൾ 120, ഒരു പേനക്ക് 5 റുപ്യാണെങ്കിൽ 120/5, ഒരു പേനക്ക് 8 രൂപയാണ് 120/8 അല്ലേ, അങ്ങനെ വരും. അപ്പോൾ ഇവിടെ എക്സ് ആയതുകൊണ്ട് 120/x ആണെന്ന് അയാൾ വാങ്ങിയ പേനകളുടെ എണ്ണം. ശരിയാണോ? ശരിയാണ്. ഇനി പറഞ്ഞത് പേനൻ്റെ വില 2 രൂപ കുറവാണെന്ന് വിചാരിക്കുക. 2 രൂപ കുറവാണെങ്കിൽ പേനൻ്റെ വില എന്താ വരിക? പേനൻ്റെ വില എക്സ് -2 കൊണ്ട് വരിക. ഇപ്പം പേനൻ്റെ വില എക്സ് ആണ്. 2 രൂപ കുറവാണെങ്കിൽ പേനൻ്റെ വില എന്ത് വരും? x -2 വരും. ശരിയല്ലേ? അപ്പം എത്ര പേനകൾ കിട്ടും? അപ്പം എത്ര പേനകൾ കിട്ടുന്നത് എങ്ങനെ കാണാം? 120 രൂപയ്ക്ക് നമ്മൾ പേന പൈസ മാറുന്നില്ല. അപ്പം 120 / x -2 അപ്പോഴുള്ള പുതിയ വില. അപ്പോഴുള്ള വില നമ്മൾ എടുത്ത വില എക്സ് ആണ്. അതിനേക്കാൾ 2 രൂപ കുറവാണെങ്കിൽ അതിൻ്റെ റേറ്റ് എത്ര വരും? x -2 വരും. കേട്ടോ? അപ്പം കിട്ടുന്ന പേനകളുടെ എണ്ണം എന്തായിരിക്കും വരിക? 120/x -2. അപ്പോൾ ആദ്യം 5 ആണെന്നുണ്ടെങ്കിൽ 5ന് 2 രൂപ കുറവാണ് 5 - 2 വരും. ആ 5 - 3 വരും. അപ്പോൾ 120/3 ആണ് പുതിയ എണ്ണം. ഇവിടെ നമ്മൾ എക്സിൻ്റെ ടേംസിൽ എടുത്തുകൊണ്ട് ഇപ്പോഴുള്ള പേനകളുടെ വില എക്സ് ആണ്. പുതിയ വില എന്ന് പറഞ്ഞാൽ 2 രൂപ കുറവായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അപ്പോഴുള്ള വില എന്താണ്? x -2 വരും. അപ്പോൾ പേനകളുടെ എണ്ണം എന്ത് വരും? 120/. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് N2 ആണ് വിചാരിക്കുക. ഇത് പുതിയ എണ്ണം ആണോ? പേനകളുടെ വില 2 രൂപ കുറവായിരുന്നുവെങ്കിൽ പേനകളുടെ വില x -2 വരും. അപ്പോൾ കിട്ടുന്ന പേനകളുടെ എണ്ണം 120/x -2. ശരിയല്ലേ? അത് N2 ആണെന്ന് വിചാരിക്കുക. ആണോ? ഇപ്പോൾ ആദ്യം ഇയാൾ ശരിക്കും വാങ്ങിയ പേനകളുടെ എണ്ണം N1 ആണ്. അല്ല, അയാൾ ചിന്തിക്കുകയാണ് ഇത്ര കുറവായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടുമായിരുന്ന പേനകളുടെ എണ്ണം N2 ആണ്. ഈ N1ഉം N2ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇക്വേഷൻ ഉണ്ടാക്കേണ്ടത്. ഈ N1ഉം N2ഉം തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന എണ്ണത്തിനേക്കാൾ 3 പേനകൾ അധികം കിട്ടുമായിരുന്നു. അപ്പോൾ N2 കൂടുതലായിരിക്കും. ശരിയല്ലേ? എത്ര കൂടുതലായിരിക്കും? 3 കൂടുതലായിരിക്കും. അതായത് ഈ N2 എന്ന് പറയുമ്പോൾ N2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ N1നോട് കൂടി ഒരു 3 ആഡ് ചെയ്തായിരിക്കും. ശരിയാണോ? റിലേഷൻ അങ്ങനെ എഴുതിയാൽ പോലെ. N2 എന്ന് പറഞ്ഞാൽ എത്ര പേനകൾ കിട്ടി, രണ്ടാമത് എത്ര പേനകൾ കിട്ടുന്നതാണ്. രണ്ടാമത് കിട്ടുന്ന പേനകളാണ് തോന്നുണ്ടാവുക വില കുറഞ്ഞപ്പോൾ. അത് ആദ്യം കിട്ടിയ പേനൻ്റെ എണ്ണത്തിനേക്കാൾ എന്തായിരിക്കും? എത്ര കൂടുതലായിരിക്കും? 3 കൂടുതലായിരിക്കും. അപ്പോൾ N1 + 3 ആണ് എന്ത് വരിക? N2 = N1 + 3. ഇതാണ് ഇക്വേഷൻ. നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ആ ഇക്വേഷൻ ഇതാണ്. ഇപ്പോൾ ഉണ്ടോ? ഇനി നോക്കിക്കോളൂ. വാട്ട് ഈസ് N2? എന്താ N2 അല്ലേ? 120. ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ മുകളിലേക്ക് എഴുതാം. N2 എന്ന് പറയുന്നത് 120/x -2. ദിസ് ഈസ് ഈക്വൽ ടു N1 എന്ന് പറഞ്ഞാൽ 120/x ആണ്. പ്ലസ് എന്ത് വരും? 3 ഉണ്ടാവും. +3 ഉണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ശരിക്കും നോക്കാം. ഇനി ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരും. ഇത് ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ എന്താക്കണം? നമ്മൾ x² x ഒക്കെ രൂപത്തിലേക്ക് മാറ്റി കൊണ്ടുവരണം. ആണോ? ഇങ്ങനെ ഡിനോമിനേറ്റർ ആണ്. ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ട്, ഇവിടെ ഡിനോമിനേറ്റർ ഒക്കെ ഉള്ള ഈ ഫ്രാക്ഷൻ രൂപത്തിലുള്ള ടേംസ് വരുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുകൾ നോർമൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? എന്താ ഞാൻ പറഞ്ഞു തന്നത്? ഇങ്ങനെയുള്ള ഈ ഡിനോമിനേറ്ററുകൾ ഒഴിവാക്കാൻ ഈ ഇക്വേഷനെ മുഴുവനായിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഡിനോമിനേറ്റേഴ്സിന്റെ പ്രോഡക്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ദ ഹോൾ ഇക്വേഷൻ ബൈ ദ പ്രോഡക്റ്റ് ഓഫ് ഡിനോമിനേറ്റേഴ്സ്. ഓക്കെ അല്ലേ? ഇവിടെ ഡിനോമിനേറ്റർ x -2 ആണ്. ഇവിടെ ഡിനോമിനേറ്റർ x ആണ്. എക്സിൻ്റെയും x -2ൻ്റെയും പ്രോഡക്റ്റ് ആണ് x × x -2 ആണ് ഇതിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ x × x -2 കൊണ്ട് എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ മുഴുവനായിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. x × x -2 ഇൻറ്റു ആയിട്ട് 120/x -2 കേട്ടോ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ ഈ ടേമിന് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x × x -2 ഇൻറ്റു 120/x. 120/x ആണ് ഈ ടേമിനെ x × x -2 മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. ഇനി പ്ലസ് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x × x -2 ഇൻറ്റു എന്ത് ചെയ്യുക? 3 വരും കേട്ടോ. 3 വരും. അതിനെയും മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. ഇതിന് ആദ്യത്തെ ടേം ഇതാണ്, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടാമത്തെ ടേം ഇതാണ്, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. മൂന്നാമത്തെ ടേം എന്താ? 3 ആണ്. അതിനെ എന്ത് ചെയ്തു? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഡിനോമിനേറ്റർ x -2 ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ട്, ഇവിടെ x -2 അങ്ങനെ കട്ട് ചെയ്ത് പോയി കേട്ടോ. ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്. ആ ഡിനോമിനേറ്റേഴ്സ് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയാലോ. ഇനി ബാക്കിയുള്ളതാണ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. നോക്കൂ, ഇവിടെ x × 120 ഇത് കട്ട് ചെയ്ത് പോയി. x × 120 തരാം 120x തൊട്ടാണ് 120x തൊട്ടു അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു
ഇവിടെ ഈ എക്സും കട്ട് ചെയ്ത് പോയി. ഇനി ഇവിടെ നോക്കാം 120 ഇൻറ്റു എക്സ് മൈനസ്, അത് നന്നാക്കി ചെയ്താണ് 120 ഇൻറ്റു എക്സ് മൈനസ് 2 അല്ലേ, പ്ലസ് ഇനി ഇവിടെ 3 ഉണ്ട്, ഇപ്പുറത്തൊരു 3 ഉണ്ട്, ഇപ്പുറത്തൊരു എക്സ്, അപ്പോൾ 3 ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ 3x ഇൻറ്റു എക്സ് മൈനസ് 2 അങ്ങനെ കേട്ടോ. ആ 3 പുറത്ത് എഴുതിയുള്ളൂ, 3x മൈനസ് എക്സ് മൈനസ് 2 കേട്ടോ. ഇനി ഇത് നന്നാക്കി കഴിഞ്ഞാൽ നോക്കുക, ദാറ്റ് ഈസ് 120x ഈസ് ഈക്വൽ ടു, ഇവിടെ ബ്രാക്കറ്റ് ഒഴിവാക്കുക, ബ്രാക്കറ്റ് എലിമിനേറ്റ് ചെയ്യുക. 120 ഇൻറ്റു എക്സ് 120x, 120 ഇൻറ്റു -2 മൈനസ് 240 പ്ലസ് 3x ഇൻറ്റു എക്സ് 3x സ്ക്വയർ, 3x ഇൻറ്റു -2 -6x അങ്ങനെ വരുന്നുണ്ടോ, അങ്ങനെ വരും. ശരിയാണല്ലോ, മൾട്ടിപ്ലൈ ചെയ്ത് മനസ്സിലായല്ലോ. ഇവിടെ 120x ഇവിടെ മൾട്ടിപ്ലൈ കിട്ടിയത് തന്നെ, ഇവിടെ 120 ഇൻറ്റു എക്സ് 120x, 120 ഇൻറ്റു -2 അത് 240 വരും, മൈനസ് 240, 3x ഇൻറ്റു എക്സ് 3x സ്ക്വയർ വരും കേട്ടോ. ഇനി ഇവിടെ ഒരു 120x ഉണ്ട്, ഇവിടെ ഒരു 120, രണ്ട് ഭാഗത്തും ഒരു 120x ക്യാൻസൽ ചെയ്തു. ഓക്കെ അല്ലേ, അപ്പോൾ ഇവിടെ എന്തായി, ഇവിടെ 0 ആയി. അതായത് ഈ ദിസ് ഈസ് ഈക്വൽ ടു 0, ഇവിടെ എന്താണുള്ളത് അത് ഈക്വൽ ടു 0, അത് ഇവിടുന്ന് അങ്ങോട്ട് 0 പറഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് 0 പറഞ്ഞാൽ ഒക്കെ സെയിം ആണ്. അപ്പോൾ എന്താ വരിക, അപ്പോൾ 3x സ്ക്വയർ, ഇവിടെ 3x സ്ക്വയർ മൈനസ് 6x ആണോ -240 ആണ് റിസൾട്ട്. അത് ഈക്വൽ ടു എന്താണ്, 0 ആണ്, ഒന്നുമില്ല 0 ആണ്. ദിസ് ഈസ് ഇവിടെ ഉള്ള ഇവിടെ എന്താ റിമെയിൻ ചെയ്യുന്നത്, അത് ഈസ് ഈക്വൽ ടു 0, അപ്പോൾ അതുകൂടെ എഴുതി ഈസ് ഈക്വൽ ടു 0 എഴുതി കേട്ടോ. 3x സ്ക്വയർ -6x -240 ഈസ് ഈക്വൽ ടു 0. ഇനി ഇതെന്ത് ചെയ്താൽ മതി, ഇതൊന്നും കൂടി നമുക്ക് ഒന്നുകൂടി കട്ടി കുറയ്ക്കാം നമുക്ക് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെ ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെ നമുക്കൊരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് 3 കട്ട് ചെയ്ത് പോയി, എന്തായി എക്സ് സ്ക്വയർ, ഇവിടെ കട്ട് ചെയ്ത് എന്തായി -2x കണ്ടോ, മൈനസ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 80 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 0 കണ്ടോ. ഇതൊന്നുകൂടി നന്നാക്കി എഴുതി കഴിഞ്ഞാൽ, ഞാൻ ഇതിനെ സോൾവ് ചെയ്യാനുള്ള രൂപത്തിൽ എഴുതാൻ പോവാണ്. എക്സ് സ്ക്വയർ -2x ഈസ് ഈക്വൽ ടു -8ന് സൈഡ് മാറ്റി എന്താക്കി പുറത്തേക്ക് 80 എന്നുള്ളതായിട്ട് മാറി കണ്ടോ. ഇതിനെ നമുക്ക് ഒന്നുകിൽ സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ഞാനത് ചെയ്ത് കാണിക്കാം. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇവിടെ 2 ആണ് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ്, അതിൻ്റെ പകുതി 1 വരും, 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ എക്സ് സ്ക്വയർ -2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 80 പ്ലസ് 1 കിട്ടും. എക്സ് -1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 81 എന്ന് കിട്ടും. ശരിയല്ലേ, ദിസ് ഈസ് ഈക്വൽ ടു, അതായത് x-1 ഇസ് ഈക്വൽ ടു √81 ഇസ് ഈക്വൽ ടു കിട്ടും 9 എന്ന് കിട്ടും. x-1 ഇസ് ഈക്വൽ ടു 9 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 9 പ്ലസ് 1 ഇസ് ഈക്വൽ ടു കിട്ടും 10 എന്ന് കിട്ടും കേട്ടോ. x10 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേനൻ്റെ വില, അയാൾ വാങ്ങിയൊരു പേനൻ്റെ വില എത്രയാണ്, 10 രൂപയാണെന്ന് അർത്ഥം. ഒരു പേനയുടെ ശരിക്കുള്ള വില 10 രൂപ. ഇതിപ്പോൾ പറഞ്ഞത് ശരിയാവുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്തൂടെ. 120 രൂപക്കല്ലേ പേന മേടിച്ച് നമുക്ക് നോക്കട്ടോ. 120 രൂപക്കല്ലേ പേന മേടിച്ചത്. 120 റുപ്യക്ക് പേന മേടിച്ച് കഴിഞ്ഞാൽ ഒരു പേനക്ക് 10 റുപ്യക്ക് എത്ര പേന കിട്ടും, 12 പേന കിട്ടും. അയാൾ ശരിക്കും 12 പേന മേടിച്ച്, ഒരു പേനൻ്റെ വില 10 രൂപയാണ്, 12 പേന കിട്ടില്ലേ. ഇനി ഒരു 2 രൂപ കുറവായിരുന്നെങ്കിൽ എന്താ പറയുക, 2 രൂപ കുറവാണെങ്കിൽ പേനൻ്റെ വില എത്ര വരും, 10 ഉള്ളത് 8 ആയിട്ട് വരും. അപ്പോൾ 120/8 വരും. 120 8 കൊണ്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ കൂടെ 12 ഒരു 8 ബാക്കി 4 40 5 അല്ലേ, 5 8 40 ശരിയല്ലേ. അപ്പോൾ 15 അപ്പോൾ 15 കിട്ടിയാണ്. അപ്പോൾ 2 രൂപ കുറവായിരുന്നെങ്കിൽ എത്ര പേന കിട്ടും, 15 പേന കിട്ടും. ആദ്യം 12 പേന കിട്ടിയത്, 2 രൂപ കുറവായിരുന്നു 15 പേന കിട്ടും. ഇതിനേക്കാൾ എത്ര കൂടുതലുണ്ട്, 3 പേന കൂടുതലുണ്ട് കേട്ടോ. 2 രൂപ കുറവായിരുന്നെങ്കിൽ 3 പേനകൾ അധികം ലഭിക്കുമായിരുന്നു. ശരിയല്ലേ, ശരിയാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ചോദിക്കുകയാണെങ്കിൽ അതിനെ സമീപിക്കേണ്ട മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. പുറം സ്ഥലത്ത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാനും ഓരോ വീഡിയോ വേണ്ടി വരും. അത്രയും തോന്നങ്ങൾ നമ്മൾ പറയാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യനിലുള്ള ആ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ, അതിൻ്റെ ആ ഫ്രാക്ഷനൊക്കെ വരും, ഫ്രാക്ഷൻ രൂപത്തിലൊക്കെ വരും. ഇത് ചെയ്യുമ്പോൾ ഒക്കെ ഫ്രാക്ഷൻ രൂപത്തിൽ വരും. അതിനെ നമുക്ക് അത് ഒഴിവാക്കാനുള്ള ഐഡിയകളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് ഉപയോഗിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സിമ്പിളാക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്രൈസ് ഓഫ് എ പെൻ ഈസ് ഈക്വൽ ടു 10 rupees എന്നാണ് ഇതിൻ്റെ ആൻസർ. ഒരു ക്വസ്റ്റൻ ആയില്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റൻ കൂടി ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ക്ലാസ് ഒഴിവാക്കാൻ വിചാരിച്ചതാണ്, പിന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാം കേട്ടോ. ശരിക്കും നമുക്ക് ഇന്ന് തന്നെ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഇതും കൂടി ആയിക്കോട്ടെ എന്നുള്ളവർക്ക് പറഞ്ഞാണ്. ഇതൊക്കെ ഓരോ ക്വസ്റ്റൻ ചെയ്യാനും ഓരോരോ പീരീഡ് ഓരോരോ വീഡിയോ വേണം. വലിയ ക്വസ്റ്റനാണ്. അപ്പോൾ നിങ്ങൾ ഐഡിയ മനസ്സിലാക്കി വെക്കുക, ബാക്കി നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റൻ ആണ്, ബാബു നീഡ്സ് 6 more days than സാബു ടു കംപ്ലീറ്റ് എ ജോബ്.
If both of them do the job together, it takes 4 days to complete it. How many days each one needs if they do it separately? എന്താ ക്വസ്റ്റിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ക്വസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ നോക്കുക. ഒരു ടാസ്ക് ഉണ്ട്, ഒരു ജോലി ഉണ്ട്, ഒരു ടാസ്ക് അതേലോ, ഒരു കുറച്ച് തോന്നുള്ളൊരു ജോലി, ഒരു ടാസ്ക്. ആ ടാസ്ക് ഒരാൾ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഒരാൾ എ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എ എന്ന് പറഞ്ഞ ആൾക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ N1 ഡേയ്സ് വേണമെന്ന് വിചാരിക്കുക. എന്നുവെച്ചാൽ എന്തോ ഒരു ജോലിയുണ്ട്, വലിയൊരു ജോലിയുണ്ട് അവിടെ. ആ ജോലി എ എന്ന് പറഞ്ഞ ആൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആ ജോലി കംപ്ലീറ്റ് ആക്കാൻ എത്ര ദിവസങ്ങൾ വേണം? N1 ഡേയ്സ് വേണം. N1 ഡേയ്സ് വേണം. ഓരോരുത്തർ ജോലി ചെയ്യാനുള്ള സ്പീഡൊക്കെ വ്യത്യാസമുണ്ട്, ഓരോരുത്തർ ചെയ്യാനുള്ള കഴിവൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ ജോലി ചെയ്ത് തീർക്കാൻ ആവശ്യമായ ഡേയ്സിൻ്റെ എണ്ണം എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ എ ക്യാൻ ഡു എ ജോബ് ഇൻ N1 ഡേയ്സ്. ഒരു ജോബ്, ഒരു ടാസ്ക് N1 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇതേപോലെ വേറൊരാളുടെ ബി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ബി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഈ ജോലി തീർക്കണമെങ്കിൽ N2 ഡേയ്സ് വേണം. ബി എന്ന് പറഞ്ഞാൽ ആ ടാസ്ക് ഒറ്റയ്ക്ക് അയാൾ ഒറ്റയ്ക്കാണ് ആ ജോലി ചെയ്യണമെങ്കിൽ അയാൾക്ക് എത്ര ദിവസം വേണം? N2 ഡേയ്സ് വേണം അത് ജോലി കംപ്ലീറ്റ് ആക്കാൻ. മനസ്സിലായല്ലോ? അതായത് ബി വിൽ കംപ്ലീറ്റ് ദ ജോബ് ഇൻ N2 ഡേയ്സ് എന്നാണ്. ഇതായാലോ ഒരു ജോബ് ഉണ്ട്, ആ ജോബ് എ എന്ന് പറഞ്ഞ ആൾ N1 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കും. ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കും? അത് N2 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കും. ഇനി ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ആ ജോലി ചെയ്യാമെന്ന് വിചാരിക്കാം. ഇയാൾ ചെയ്യണ അതേ സ്പീഡിൽ ഇയാൾ ചെയ്യും, ഇയാൾ ചെയ്യണ അതേ സ്പീഡിൽ അയാളും ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് ഒരുമിച്ച് ടുഗദർ അവർ ആ ജോലി കംപ്ലീറ്റ് ആക്കുക. അപ്പം എയും ബിയും കൂടി ചേർന്നിട്ട് അത് N ഡേയ്സ് വേണമെന്ന് വിചാരിക്കാം. എക്ക് ഒറ്റയ്ക്ക് N1 ഡേയ്സും ബിക്ക് ഒറ്റയ്ക്ക് N2 ഡേയ്സും വേണ്ട ഒരു ജോലി ഇവർ രണ്ടുപേരും കൂടി ചെയ്താൽ N ഡേയ്സ് കൊണ്ട് തീരും. ഇതിനേക്കാൾ കുറവായിരിക്കുമല്ലോ ഇതിലെ, N ഡേയ്സ് കൊണ്ട് തീരും. അങ്ങനെ അപ്പം 3 ഡേയ്സ് ആയില്ലേ? ഈ 3 ഡേയ്സും തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നോക്കുക, 1/N1 പ്ലസ് 1/N2 ഈസ് ഈക്വൽ ടു, ഇത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ദിവസങ്ങളാണ്. ഇത് കേട്ടോ, രണ്ടാമത്തെ ആൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ദിവസങ്ങളാണ് N2. അപ്പോൾ 1/N പ്ലസ് 1/N2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എപ്പോഴും 1/N ആയിരിക്കും. എന്നാണ് എന്താണ്, രണ്ടുപേരും കൂടി ആ ജോലി ചെയ്യുമ്പോൾ എത്ര ദിവസമാണ് വേണ്ടത്? ആ ദിവസമാണ് N. ഈ ഒരു റിലേഷൻ നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കുക. 1/N1 പ്ലസ് 1/N2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? 1/N ആയിരിക്കും വരിക. ഇതെന്താണ് മനസ്സിലായല്ലോ? ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ വേണ്ട സമയമാണ് ഇത്. വേറെ ആൾക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട സമയമാണ് ഇത്. എത്ര ദിവസങ്ങളുണ്ട്? അല്ലെങ്കിൽ മണിക്കൂർ എന്തായിക്കോട്ടെ, എന്തിനേക്ക് എണ്ണം, ആ എണ്ണാണിത്. ഇതാണ് ഇവിടെ. ഇത് രണ്ടാമത്തെ ആൾ ഒറ്റയ്ക്ക്. രണ്ടുപേരും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്യുകയാണെങ്കിൽ അത് ഒന്നിച്ച് ആ ജോലി ചെയ്ത് തീർക്കാൻ ആവശ്യമായ ദിവസങ്ങളുടെ എണ്ണാണെന്ത്? ഇത്. അങ്ങനെയാണെങ്കിൽ ആ 3 ദിവസങ്ങളുടെ എണ്ണം തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. 1/N1 പ്ലസ് 1/N2 ഈസ് ഈക്വൽ ടു ഒരു 1/N ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവിടെ 2 പേരാണുള്ളത്, ബാബുവും സാബുവും. ബാബു ഉണ്ട്, സാബു, 2 ആൾക്കാരുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക. ബാബു നീഡ്സ് 6 more days than സാബു ടു കംപ്ലീറ്റ് എ ജോബ്. ഒരു ജോബ് കംപ്ലീറ്റ് ആക്കാൻ സാബുവിനേക്കാൾ 6 ദിവസം കൂടുതൽ വേണം ആർക്ക്? ബാബുവിന്. സാബുവിനേക്കാൾ 6 ദിവസം കൂടുതൽ വേണം ബാബുവിനെ. അപ്പോൾ നോക്കുക, അപ്പോൾ നമുക്ക് എഴുതേണ്ടത് ഈ സാബുവിന് ആ ജോലി തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം X ആണെന്ന് വിചാരിക്കുക. സാബുവിന് ആ ജോലി തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം X ആണെന്ന് വിചാരിക്കുക. സപ്പോസ് എത്ര നമുക്കറിയാം, X ആയിരിക്കാം. അപ്പോൾ സാബുവിന് വേണ്ട ദിവസത്തിനേക്കാൾ 6 ദിവസം കൂടുതൽ വേണം ആർക്ക്? ബാബുവിന്. അപ്പോൾ ബാബുവിന് എത്ര ദിവസം വേണ്ടി വരും? ബാബുവിന് X പ്ലസ് 6 ആണ് വേണ്ടത്. ശരിയാണോ? ശരിയാണ് അല്ലേ? ഇയാൾക്ക് വേണ്ടത് എത്ര? സാബുവിന് വേണ്ടത് X ആണെന്ന് വിചാരിക്കുക. ഇതിനേക്കാൾ 6 ദിവസം കൂടുതൽ വേണം ആർക്ക്? ബാബുവിന്. അപ്പോൾ അവിടെ ബാബുവിൻ്റെ അവിടെ X പ്ലസ് 6 കൊടുത്തു. ശരിയല്ലേ? ഇനി നോക്കൂ, അതാണ് ക്വസ്റ്റ്യൻ. ഇഫ് ബോത്ത് ഓഫ് ദം ഡു ദ ജോബ് ടുഗദർ, രണ്ടുപേരും ആ ജോലി ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് 4 days ടു കംപ്ലീറ്റ് ഇറ്റ്. രണ്ടാളും കൂടി ഒന്നിച്ച് ആ ജോലി ചെയ്യുകയാണെങ്കിൽ വെറും 4 ദിവസം കൊണ്ട് ആ ജോലി എന്താവും? തീരുന്നില്ല. അപ്പോൾ രണ്ടാളും കൂടി ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ട ദിവസങ്ങളുടെ എണ്ണം എത്രയാണ്? ടുഗദർ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ദിവസം എത്രയാണ്? 4 days ആണ്. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും ആ ജോലി തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ബാബുവിന് ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും? സാബു ഒറ്റയ്ക്ക് ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും? അതാണ് ക്വസ്റ്റ്യൻ. മീനിങ് മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് പറഞ്ഞത്? സാബുവിനേക്കാൾ 6 ദിവസം കൂടുതൽ വേണം ബാബുവിന്. അപ്പോൾ സാബുവിന് വേണ്ട ദിവസങ്ങളുടെ എണ്ണം X.
ബാബുവിന് വേണ്ട ദിവസങ്ങളുടെ എണ്ണം x+6. രണ്ടുപേരും കൂടി ഒന്നിച്ച് ചെയ്താൽ 4 ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞപ്പോൾ ഒന്നിച്ച് ചെയ്താൽ തീരുന്നതിൻ്റെ എണ്ണം 4. ഇനി ഇതാണല്ലോ നമ്മൾ ആ റിലേഷൻ കൂടെ എഴുതിക്കൂടെ. അപ്പോൾ നോക്കൂ, സാബുവിന് വേണ്ട ദിവസങ്ങളുടെ എണ്ണം x ആയിട്ട് 1/x പ്ലസ് ബാബുവിന് വേണ്ട ദിവസങ്ങളുടെ എണ്ണം x+6 ആയതുകൊണ്ട് 1/x+6 ഈസ് ഈക്വൽ ടു ഒന്നിച്ച് തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം 4 ആയതുകൊണ്ട് 1/4 ആയിരിക്കും. അങ്ങനെ ഇതാണ് റിലേഷൻ കേട്ടോ. ഇതാണ് ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സാബുവിന് തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം കിട്ടും. ഒരു 6 കൂട്ടുക എന്തും കിട്ടും. ബാബുവിന് തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം കിട്ടും. ഇനി ഈ ഇക്വേഷനെ എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് കൊണ്ടുവരിക? ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ. ഇവിടെ എക്സ്, ഇവിടെ x+6, ഇവിടെ 4, ഇവിടെയും ഡിനോമിനേറ്റർ ഉണ്ട്, ഇവിടെയും ഡിനോമിനേറ്റർ ഉണ്ട്, ഇവിടെയും ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് കൊണ്ട് എല്ലാ ടേംസിനും എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ നോക്കട്ടോ, അപ്പോൾ x × x+6 × 4 അതിൻ്റെ പ്രോഡക്റ്റ് എന്താ വരിക? 4 ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്. അപ്പോൾ 4x × x+6 ആണ് എന്ത് വരിക? പ്രോഡക്റ്റ് ഓഫ് ഡിനോമിനേറ്റേഴ്സ് വരിക. ശരിയാണോ? ഇവിടെ 4 ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ x+6 ഉണ്ട്. അത് ഒന്നിച്ചേണ്ട നന്നാക്കി എഴുതിയാണ് 4x × x+6. അതുകൊണ്ട് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിന് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിന് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ കാണിക്കാം, ശരിക്കും ശ്രദ്ധിക്കാം. അപ്പോൾ 4x × x+6 × ആദ്യത്തെ ടേം 1/x ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 4x ഇവിടെ പ്ലസ് കേട്ടോ, പ്ലസ് 4x × x+6 × 1/x+6 കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അതിൻ്റെ അടുത്ത ദിസ് ഈസ് ഈക്വൽ ടു 4x × x+6 × എന്താണ് 1/4 കേട്ടോ. എന്നാക്കിയതാണ്. ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? ഡിനോമിനേറ്റേഴ്സ് ഒക്കെ കട്ട് ചെയ്താണ് പോകും. ഇവിടെ ഡിനോമിനേറ്ററുകളൊന്നും ഉണ്ടാവില്ല. ആ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണി ചെയ്തത് അല്ലേ? ഈ എക്സും ഈ 4x-ൻ്റെ അപ്പോൾ ഈ എക്സും ക്യാൻസൽ ആവും. ശരിയല്ലേ? പോയി. ഇവിടെ x+6 ഉണ്ട്, ഈ x+6ഉം അത് രണ്ടും എന്താവും? ക്യാൻസൽ ആവും. ഇവിടെ 4ഉം ഈ 4ഉം ആണ് എന്ത് ചെയ്യുക? ക്യാൻസൽ ആവുക കേട്ടോ. ഈ ബാക്കിയുള്ള എന്താ നോക്കുക? ഇവിടെ 4 ഉണ്ട്, x+6 ഉണ്ട്. അതിവിടെ എഴുതാം 4 × x+6. ഇതാണ് ആദ്യത്തെ ടേമിൽ ബാക്കി ഉണ്ടാവുക അല്ലേ? പ്ലസ് ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? x+6 പോയി, 4x ഉണ്ട്, പിന്നെ × 1 ഉണ്ട്. അപ്പോൾ എന്താ വരിക? അത് 4x ആ വരിക. ഇവിടെ 1/x+6 പോയിട്ടുണ്ട്, 4x വരും. ശരിയല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു ഇനി എന്താ ഇപ്പുറത്ത് ബാക്കി ഉണ്ടാവുക? 4ഉം പോയി. എന്താ ബാക്കി ഉണ്ടാവുക? x × x+6 ആണ് എന്ത് ചെയ്യുക? ബാക്കി ഉണ്ടാവുക കേട്ടോ. ഈ 4 പോയി, ബാക്കി ഇത് മാത്രം ഉണ്ടാവുക. അതാണ് എഴുതിണ്ടാവും. ഇനി ഇതിലെ ടേംസ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി സ്റ്റാൻഡേർഡ് രൂപത്തിലാക്കി ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആ സ്റ്റാൻഡേർഡ് ഫോം കിട്ടും. അത് ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് 4 × x, 4x, 4 × 6, 24 ഉണ്ടോ? ഇവിടെ എന്തുണ്ട്? പ്ലസ് 4x അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ x × x, x² പ്ലസ് x × 6, 6x കണ്ടോ? ഇവിടെ 4x-ഉം 4x കൂടി ആഡ് ചെയ്താൽ തരും 8x വരും. ആ 8x-നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പുറത്തേക്ക് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ നോക്കട്ടോ, 24 is equal to x² പ്ലസ് 6x. ഈ 4x-ഉം 4x കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 8x കൊണ്ടുപോയി മൈനസ് 8x കിട്ടിയിട്ടുണ്ടോ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് 24 is equal to x² 8x 6x 8x മൈനസ് ചെയ്താൽ മൈനസ് 2x ഉണ്ടോ കേട്ടോ. അപ്പോൾ x² - 2x, x² നന്നാക്കി എഴുതുമ്പോൾ x² - 2x ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടും. അങ്ങനെ ആയില്ലേ? ഇത് എക്സിന് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സാബുവിന് ആ ദിവസം ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി എത്ര ദിവസമാണ് അതാണ് എക്സ് ആയിട്ട് എടുത്തത്, ആ എക്സ് കിട്ടും. അതിനോട് 6 ആഡ് ചെയ്താൽ കിട്ടും, മറ്റേ ആൾക്കുള്ള ദിവസങ്ങളുടെ എണ്ണം കിട്ടും. അത് നിങ്ങൾക്ക് ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ എക്സാമിന് ചോദിക്കാം. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രൂപത്തിൽ അതിൻ്റെ ആൻസർ ചെയ്യും. ഇതിൽ അവസാനം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ടാങ്കിലേക്ക് തുറന്നു വിട്ടാൽ, ഒരു ടാപ്പ് ഇങ്ങനെ തുറന്നിട്ടാണ് ആ ടാങ്ക് നിറയണമെങ്കിൽ എത്ര സമയം എടുക്കും? ഒരു വലിയ ടാപ്പ്, ഒരു ചെറിയ ടാപ്പ് ഉണ്ട്. വലിയ ടാപ്പ് ഒറ്റയ്ക്ക് തുറന്നിട്ടാൽ എത്ര സമയം എടുക്കും? ചെറിയ ടാപ്പ് ഒറ്റയ്ക്ക് തുറന്നിട്ട് കഴിഞ്ഞാൽ അത് നിറയെ എത്ര സമയം എടുക്കും? രണ്ടും കൂടി ഒന്നിച്ച് തുറന്നിട്ട് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും? അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതായിട്ട് ബന്ധപ്പെടാം. അത് ഇതേ സംഭവം തന്നെയാണ്. ഒരു ജോലി തീർക്കുക എന്നുള്ള ആ ആൾ എന്നുള്ളതിന് പകരം ടാപ്പാണ്. ആ ടാപ്പ് ആ ടാങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ള ആ ജോലി തീർക്കണമെങ്കിൽ, അത് ഫില്ലാക്കണമെങ്കിൽ അപ്പോൾ അത് വെച്ച് അത് ചെയ്യാൻ പറ്റും. ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് അത് ആലോചിച്ച് അത് നിങ്ങൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം? അവസാനത്തെ ക്വസ്റ്റ്യൻ അത് ഞാൻ പറഞ്ഞുതരില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ കൂടി പഠിക്കുന്നതോട് കൂടിയിട്ട് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിന് ഈ ചാപ്റ്ററിൽ ചോദിക്കാവുന്ന ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഓക്കെ ആണല്ലോ? ഈ ചാപ്റ്റർ നമ്മൾ ഇതോടുകൂടി എന്ത് ചെയ്യാണ്? ഫിനിഷ് ചെയ്യാണ്.
അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ 5th ചാപ്റ്ററുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും വരും. നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത പുതിയ ചില കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്ട് പുതിയ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പുതിയ ടേംസും പുതിയ കാര്യങ്ങളൊക്കെ നമ്മളതിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ആക്കല്ലേ. ഓക്കെ, താങ്ക് യു.